ഹലോ, അപ്പം ഞാനിന്ന് കുറച്ച് റെസിപ്പീസും അതുപോലെ തന്നെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഹസ്ബൻഡിന് കുറിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കണം. കടയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കടയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ബീഫ് റോസ്റ്റും പിന്നെ നമ്മുടെ നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയും ഒക്കെ ഇവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ രാവിലെ തന്നെ ചക്ക പുഴുങ്ങുന്ന തിരക്കിലാണ്. ത്രിജു ആണെങ്കിൽ നല്ല കളിയിലാണ്. അപ്പം ഞാൻ വേഗം ഇതുണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് പോയി. അപ്പോൾ ഹസ്ബൻഡാണ് കേട്ടോ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനതിൽ ഇടപെടാൻ പോകുന്നില്ല. എന്നാലും ഉള്ളിയൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ ബീഫ് റോസ്റ്റ് അധികം ഉണ്ടാക്കാറില്ല. അത് ഹസ്ബൻഡ് തന്നെയാണ് അധികം ഉണ്ടാക്കാറ്. അപ്പം ഞാൻ ചിക്കനാണ് കേട്ടോ മെയിനായിട്ടും. ഞാൻ ബീഫ് അങ്ങനെ കഴിക്കലുമില്ല, എനിക്കിഷ്ടമല്ല, ഞാൻ പണ്ടേ കഴിക്കലില്ല. അപ്പോൾ കുറേ ഉള്ളി എടുത്തിട്ടുണ്ട്. കുറി ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ ഞാൻ ഇങ്ങനെ തൊലി കളഞ്ഞ് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഹസ്ബൻഡിനെയാണ് അതിന് വേണ്ടി റെഡിയാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ അരിഞ്ഞ് ബീഫിന് വേണ്ടിയിട്ട് ഉരുളിയിൽ എണ്ണയിൽ വറവിട്ടതിന് ശേഷം ഈ ഉള്ളിയും ചേർത്ത് കൊടുത്ത്, പിന്നെ ബീഫ് കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല ഒക്കെ ചേർത്തിട്ട് മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 5-6 വിസിലാന്ന് തോന്നുന്നു. എന്നിട്ടൊന്നും വെന്തിട്ടില്ല. നല്ല മൂപ്പുള്ള ബീഫാണ്. ബീഫിന് തന്നെ പൊതുവേ നല്ല വേവാണല്ലോ. ഇതിൻ്റെ കറക്റ്റ് വേവും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഞാൻ ഒരു വട്ടം അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു ബീഫ്. പിന്നെ വേഗം ഈ ഒരു ഉള്ളിയൊക്കെ സെറ്റായി വരുമ്പോഴത്തേക്കും അതിലേക്കും കുറച്ച് മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ തക്കാളിയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ആയതിന് ശേഷം ബീഫും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല തീയിൽ ആദ്യം ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ തീയൊക്കെ കുറേ നേരം വെച്ച് വറ്റിച്ചെടുക്കാണ് കേട്ടോ ചെയ്തത് ബീഫ്. അപ്പോൾ ബീഫ് അവിടെ നിന്നാവട്ടെ, ഞാൻ ആ സമയം കൊണ്ട് ചിക്കൻ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ പിന്നെ നമ്മളെപ്പോൾ ഉണ്ടാക്കുന്നത് കൊണ്ട് സംഭവം എളുപ്പത്തിൽ കഴിയും. പിന്നെ ഞാൻ വേഗം ഉള്ളിയൊക്കെ അതിന് വേണ്ടിയിട്ട് റെഡിയാക്കി എടുത്തു. എന്നിട്ട് നമുക്ക് ഇത് തേങ്ങ വറുത്തരയ്ക്കണം കേട്ടോ. അപ്പോൾ ഉള്ളി വാട്ടി സെറ്റാക്കി എടുത്തു. ഉള്ളി വാട്ടുമ്പോൾ ഞാൻ ഉള്ളി വാടിയതിന് ശേഷമാണ് ഇതിലേക്ക് തക്കാളി ചേർത്തത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഞാൻ ആദ്യമേ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് മസാലകൾ ചേർക്കാം. അപ്പം ഞാനിതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ മസാലക്കൂട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ കാണിച്ച മല്ലിപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല എല്ലാം കൂടിയിട്ട് വറുത്തിട്ടാണ് കേട്ടോ. എന്നിട്ട് ആ ഒരു വറുത്ത പൊടിയും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനും കൂടെ ചേർത്ത് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് പൊടിഞ്ഞു പോകാതിരിക്കാനാണ്. പിന്നെ ഒരു ഉളുമ്പ് സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാനാണ്. അപ്പോൾ ഉപ്പിട്ടിട്ട് ചിക്കൻ കഴുകിക്കഴിഞ്ഞാലും ആ ഒരു ഉളുമ്പ് സ്മെല്ല് ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഒരുപാട് വട്ടം കഴുകുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ചിക്കൻ മൂടി വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട തേങ്ങ അരച്ചെടുക്കാം കേട്ടോ. ഞങ്ങൾ 2 തേങ്ങേൻ്റെ അടുത്ത് എടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി ഒക്കെ ഇതിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ജീരകം ചേർക്കുന്നുണ്ട്, കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് നല്ല വറുത്ത് സെറ്റാക്കി അരച്ചെടുക്കുന്നത്. ഇനി ഈ ഒരു അരപ്പ് നമുക്ക് ചിക്കൻ വെന്ത് വരുമ്പം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ. അത് സാധാരണ വറുത്തരച്ച ചിക്കൻ കറി അധികം തിളപ്പിക്കേണ്ടെന്നൊക്കെ പറയും. പക്ഷെ ഞാനിവിടെ നല്ലോണം തിളപ്പിച്ചെടുക്കാറുണ്ട് എപ്പോഴും. അങ്ങനെ തിളപ്പിച്ച് പിന്നെ വെള്ളമൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് വറവിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മളിവിടെ ഉണ്ടാക്കിയത്. പിന്നെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നെയ്ച്ചോറൊക്കെ കടയിലാണ് ഉണ്ടാക്കിയത്. പറയാൻ വിട്ടുപോയി, ഈ തേങ്ങ വറുക്കുമ്പം അതിലേക്ക് കറിവേപ്പില അതുപോലെ തന്നെ ഉണക്കമുളകും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറിയൊക്കെ ഇവിടെ സെറ്റായി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. താങ്ക് യു.